നൈന, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട. നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റി. മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കി ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഞാൻ ഒരു 1.5 മാസമായിട്ട് അമ്മയോട് ചോദിച്ചു, ഇവിടെ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അതിന് സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലും ഇല്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ ചെയ്തതാണ് നല്ലതല്ല. ഞാൻ ഇത് പ്രശ്നം എന്താ ഷൈട്ട് പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ എന്റെ ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം. എനിക്ക് സമാധാനം തരാം ദേവി. എനിക്ക് അത്ര മാത്രം മതി. ഇവരെ കണ്ണീരും കരുതലൊന്നും കാണാൻ പറ്റത്തില്ല. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? നീ കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും എല്ലാരും മുമ്പിൽ എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ.